ഇത്ര വലിയ വിജയകരമായ ഒരു അയ്യപ്പ സംഗമം നടത്തിയിട്ടും ഈ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് അച്യുതാനന്ദൻ ഗവൺമെന്റ് LDF ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഒരു സത്യവാങ്മൂലം, അതിനെക്കുറിച്ച് ആളുകൾ ഇപ്പോഴും വേവലാതിപ്പെടുന്നവരാണ്. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ വലിയ വിഷമം, വലിയ മാനസിക വിഷമമായിട്ട് അത് മാറിയിരിക്കുക. പണ്ടങ്ങനെ ഒരു സത്യവാങ്മൂലം കൊടുത്തു എന്നുള്ളത് ശരിയാ. പക്ഷെ ഞാനും പിണറായി ഭക്തനും കൂടെ ചേർന്ന് ഈ അയ്യപ്പ സംഗമം ഇത്രയും വിജയകരമായി നടത്തിയിട്ട് പോലും ചേട്ടാ ഇപ്പോഴും എന്തിനാണ് നിങ്ങൾ പഴയ സത്യവാങ്മൂലത്തെ കുറിച്ച് സംസാരിക്കുന്നത്? ഇങ്ങനൊരു സംഗമം അതും അതിവിജയകരമായിട്ട് നടന്നു കഴിഞ്ഞാൽ ആ സത്യവാങ്മൂലം ഇല്ലാതായി. അത് കോടതിയിൽ, സുപ്രീം കോടതിയിൽ അങ്ങനൊരു സത്യവാങ്മൂലം ഇല്ല എന്നുള്ളതിന്റെ തുല്യമാണ് അവസ്ഥ. കാര്യങ്ങളുടെ പോക്കങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സത്യവാങ്മൂലത്തെ കുറിച്ചൊന്നും പറയുകയൊന്നും വേണ്ട. അത് പിൻവലിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പിണറായി വിജയൻ സഖാവിനെ ബുദ്ധിമുട്ടിക്കരുത്. അദ്ദേഹം അയ്യപ്പ ഭക്തനായിട്ട് നിൽക്കുക. അപ്പൊ നമ്മൾ ഇനി സത്യവാങ്മൂലം പിൻവലിച്ചിട്ട് വന്നാലേ ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കൂ എന്നൊന്നും പറയരുത്. അങ്ങനെ ഡൗട്ടിങ് തോമസുമാരായിട്ട് നമ്മളാരും മാറാൻ പാടില്ല.